ഹായ് ഗൈസ്, ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാനൊരു പുതിയ ചെസ് ബോർഡ് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അത് ഇന്നാണ് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുറത്തെടുത്ത് നോക്കാം. പുറത്ത് വരുന്നില്ല. വന്നു. ഓ ഗായ്സ്, അടിപൊളി. ഇതാണ് ഗൈസ് നമ്മളെ ചെസ് ബോർഡ്. ഇതിന് ഇതിൻ്റെ പാക്കറ്റൊക്കെ ഒന്ന് പൊളിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നൊരു മാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് ചെസ് ബോർഡാണ്. ഭയങ്കര സോഫ്റ്റാണിത്. ഇതാണ് ഗൈസ് നമ്മുടെ വെള്ളയും കറുപ്പും കരുവൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളെ ഒരു യൂസർ മാനുവൽ പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു വെൽവെറ്റിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. കോട്ടിംഗ് അല്ല, ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇത് മാഗ്നറ്റിക് അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മാഗ്നറ്റ് ഉള്ളത്. അപ്പോൾ അതും നമ്മുടെ ഈ ബോർഡും തമ്മിൽ ഒരഞ്ഞിങ്ങനെ സ്ക്രാച്ച് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഒട്ടിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ചെറിയ നേരിയ ഒരു മെറ്റലിൻ്റെ ഒരു ഇതാണ് ഒട്ടിച്ചത്, അതുകൊണ്ടാണ് ഒട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളിപ്പോൾ ഇതിനെ കൊണ്ട് കളിക്കുമ്പോൾ വന്ന് കൈ കൊണ്ടൊന്നും തട്ടി അങ്ങനെ തെറിച്ചു പോകുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വേറൊരു പ്രത്യേകതയാണ്. ഇത് കണ്ടില്ല, നല്ല അടിപൊളി നിൽക്കുന്നുണ്ട്. നിങ്ങളിത് ഓവറായിട്ട് സ്റ്റിക്കാവുന്നൊന്നും വിചാരിക്കണ്ട. ഇത് കുറച്ച് ഒരു ഇതിൽ നിൽക്കും, അത്രയേ ഉള്ളൂ. സാധാരണ ബോർഡാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇതിങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. ഒന്ന് ചേരിക്കുമ്പോൾ തന്നെ എല്ലാം അറിയും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ശരിക്കും ഇങ്ങനത്തത് വാങ്ങുന്നതാണ് നല്ലത്. ഗൈസ്, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 330 രൂപയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു